ചില ദിവസങ്ങൾ ഭയങ്കര മടിയുള്ളതായിരിക്കും, ഒന്നും വെച്ച് ഉണ്ടാക്കാനും തോന്നൂല. എന്നാൽ പിന്നെ വിശപ്പാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഉണ്ടാവും ചെയ്യും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തട്ടിക്കൂട്ടം പരിപാടിയായിട്ടാണ് എത്തിയേക്കുന്നത്. ചിലർക്കൊന്നും റവ വെച്ചിട്ടുള്ള ഉപ്പുമാവൊന്നും ഇഷ്ടമുണ്ടാവില്ല അല്ലേ? എന്നാൽ ഒരു തവണ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുക. അതിനായിട്ട് ആദ്യമേ തന്നെ കടായി എടുത്ത് അടുപ്പിൽ വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 കപ്പ് റവ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്ത റവയായാലും ഇതുപോലെ ഒന്ന് വറുത്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ റവയൊക്കെ ഇതുപോലെ ചൂട് കയറി ഒരു മണമൊക്കെ മാറി വരുന്ന സമയത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും കടായി എടുത്ത് അടുപ്പിൽ വെക്കുക. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂൺ കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് 1 സ്പൂൺ ഉഴുന്ന് കൂടെ ചേർത്തിട്ടുണ്ട്. ഉഴുന്ന് തീരെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കാൻ നിൽക്കണ്ട കേട്ടോ, കടുക് മാത്രം ഇട്ട് പൊട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഉഴുന്നും കടുകും ഇതുപോലെ റെഡിയായി വരുന്ന സമയത്ത് 1 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതും, പിന്നെ ഒരു 7 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു ക്യാരറ്റ് എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുള്ളതാണ്. അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഇതിലോട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ ക്യാരറ്റും ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടണം. അപ്പോൾ ഇതുപോലെ എല്ലാം നല്ലോണം ഒന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കളറിന് വേണ്ടിയിട്ട് മാത്രമേ കൂടുതൽ ചേർക്കാൻ നിൽക്കണ്ട. പിന്നെ ഒരു 1/4 സ്പൂണോളം ചെറിയ ജീരകം കൊണ്ട് ചേർത്തിട്ടുണ്ട്. ചെറിയ ജീരകവും കൂടുതൽ ചേർക്കാൻ നിൽക്കണ്ട കേട്ടോ, കുറച്ച് ചേർത്ത് ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കണം. അപ്പോൾ 1 കപ്പ് റവക്ക് നമ്മൾ 1/4 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നല്ല തുരുതുരാന്നുണ്ടാവുക, നല്ല ഒട്ടിപ്പിടിക്കുന്ന പാകത്തിലാണ് വേണ്ടെങ്കിൽ 1.5 കപ്പ് വരെ വെള്ളം ചേർത്തോളൂ. വെള്ളവും കൂടെ ചേർത്ത് ഇതുപോലെ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു 1/4 കപ്പ് തേങ്ങ കൂടെ ചേർത്തിട്ടുണ്ട്. തേങ്ങ ആദ്യമേ തന്നെ ചേർക്കാൻ നിൽക്കണ്ട കേട്ടോ, ഈ ഒരു സമയത്ത് ചേർക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ തേങ്ങ കൂടെ ചേർത്ത് ഇതുപോലെ എല്ലാം കൂടെ അങ്ങ് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന റവ കൂടെ ഇട്ട് കൊടുക്കുക. റവ നമ്മൾ സാധാരണ ചേർക്കുമ്പോൾ എല്ലാം കൂടെ കട്ട പിടിക്കാറുണ്ട് അല്ലേ? ഇതുപോലെ എണ്ണയിൽ വറുത്തെടുത്തിട്ടാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കൊന്നും ചെയ്യില്ല കേട്ടോ. റവ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനിയൊക്കെ ഒരു മീഡിയം ഫയറിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ തിരക്ക് പിടിച്ച ദിവസമൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പുമാവൊന്നും ഇഷ്ടമില്ലാത്തവർ വരെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് കഴിച്ചോളും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഞാനിത് എല്ലാം മിക്സ് ചെയ്ത് ഇതുപോലെ എല്ലാം കൂടെ അങ്ങ് തട്ടിക്കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റോളം ഇതുപോലെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുത്തോളൂ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ല, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വേറെ കറിയോ അതുപോലെ തന്നെ പഴം ഒന്നും വേണ്ട കേട്ടോ, ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കുഴഞ്ഞിട്ടാണ് വേണ്ടുന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കൂട്ടിയെടുത്തോളൂ. അപ്പോൾ ഈ ഒരു ഇതിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ കൃഷ്ണാവി എന്നുള്ള നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ.